ഇന്നിപ്പോൾ ഞാൻ പോകുന്ന ഒക്കല ബേർഡ് സെഞ്ചറിലേക്കാണ്. ഇത് ഒരു 4 സ്ക്വയർ കിലോമീറ്റർ ഉള്ള ഒരു ഏരിയയാണ്. ഇവിടെ 300-ൽ പരം പക്ഷികളുണ്ടെന്നാണ് പറയുന്നത്. ഇത് ഫൗണ്ട് ചെയ്തത് 1990-ലാണ്. ഉത്തർപ്രദേശിനും ഡൽഹിക്ക് ഇടയ്ക്ക് ഉള്ള സ്ഥലത്താണ്. യമുന നദിയുടെ തീരത്തുള്ളതാണ്. ഇവിടെ മൈഗ്രേറ്ററി ബേർഡ്സ് എപ്പോഴും വരാറുണ്ട്. ഒരു 300 സ്പീഷീസ് മൈഗ്രേറ്ററി ബേർഡ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് കുറേ നടന്ന് കാണാനുള്ള 3 കിലോമീറ്റർ സ്റ്റിച്ചിൽ നടക്കാനുണ്ടെന്നാണ് പറയുന്നത്. നമുക്കിപ്പോൾ ഒക്കലയിലേക്ക് പോവുകയാണ്. ഓൺ ദ വേ ആണ്. ഇപ്പോൾ മെട്രോ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. ഒക്കല ബേർഡ് സെഞ്ചുറി മെട്രോ സ്റ്റേഷനിലാണ്. നമുക്ക് പോയി നോക്കാം. നോയിഡയിലെ മനോഹരമായൊരു സ്ഥലമാണ്. പക്ഷികൾക്ക് വന്ന് ചേക്കേറാൻ പറ്റിയ സ്ഥലമാണ്. ഇത് മൈഗ്രേറ്ററി പക്ഷികൾ വരുന്ന സ്ഥലം തന്നെയാണ്. 300 തരം പക്ഷികൾ പല രാജ്യങ്ങളിൽ നിന്ന് പല സമയത്തായിട്ട് സീസണലായിട്ട് വരുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഒക്കല നാച്ചുറൽ ബേർഡ് സാങ്ച്വറിയാണ്. ഇത് ഉത്തർപ്രദേശ് 1990-ൽ ഫൗണ്ട് ചെയ്യുന്നേ ഉള്ളൂ. അതിനുമ്പും ഇവിടെ പക്ഷികൾ വരും. പക്ഷികൾക്ക് അറിയില്ലല്ലോ ഇത് നാച്ചുറൽ ബേർഡ് സാങ്ച്വറി ആണെന്ന് അറിയില്ല. കാരണം ഇവിടെ ഇഷ്ടംപോലെ മരങ്ങളുണ്ട്, പിന്നെ ഒരു വാട്ടർ ബോഡി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 4 കിലോമീറ്റർ സ്ക്വയറിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പക്ഷികൾ സ്വാഭാവികമായിട്ട് തന്നെ വരും. നമ്മളിവിടെ കണ്ട് കുറേ പായൽ പിടിച്ചെടുക്കുന്ന സ്ഥലമാണ്. ഇതിപ്പോൾ ക്ലീൻ ആക്കിയിട്ടില്ല. പക്ഷേ ഈ പായൽ നിൽക്കുമ്പോഴും നമുക്ക് കണ്ടിട്ട് കുട്ടനാട് പോയൊരു പ്രതീതി എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ ഒരു ഇത്രയും വലിയൊരു സിറ്റിയിൽ, നോയിഡ പോലത്തെ ഒരു ഇൻഡസ്ട്രിയൽ സിറ്റിയിൽ ഈ ഒരു ഏരിയയിൽ നിൽക്കുമ്പോൾ നമ്മൾ നോയിഡയിൽ നിന്നൊക്കെ വിട്ട് നിൽക്കണമല്ലോ. കാരണം ഫുൾ നേച്ചർ മാത്രമാണ് ഇവിടെ. സോ ഇവിടെയും കുറേ ആൾക്കാർ ഇങ്ങനെ പ്രകൃതി സ്നേഹികൾ കുറേ പേര് ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ഒരു സ്ഥലത്ത് നിന്ന് കയറി എൻട്രൻസിൽ നിന്ന് കയറിയിട്ട് വേറെ സ്ഥലത്ത് ഇറങ്ങി പോകാം. അതെന്ന് വെച്ചാൽ വേറെ സ്ഥലത്ത് ഇറങ്ങി അവിടെ നിന്ന് മെട്രോ ഇട്ടിട്ട് എനിക്ക് എൻ്റെ സ്ഥലത്തേക്ക് പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഫുള്ള് തിരിഞ്ഞ് നടക്കണമെന്നില്ല. ഒരു 3 കിലോമീറ്റർ നടക്കണമെന്നേ ഉള്ളൂ.
ഇവിടെ രാവിലെ 7:30 തൊട്ട് വൈകുന്നേരം 5 മണി വരെയാണ്. പിന്നെ ഈ വിൻ്റർ സീസണൊക്കെ ആണെങ്കിൽ 7:30 മുതൽ 5:30 വരെ ഉണ്ട്. അല്ലെങ്കിൽ 5 മണി വരെ ഉണ്ടാവുള്ളൂ. സോ അരമണിക്കൂർ ഒരു സമ്മർ സീസണിൽ കൂടുതലായിട്ട് കിട്ടും. ഇന്ന് മൊത്തം വിശ്രമമായിരുന്നു. പിന്നെ ഇതിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് കുറച്ച് നേരം വിശ്രമിക്കാമെന്ന് വെച്ചിട്ടാണ്. ഈ ഒരു തടാകത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് ഈ പക്ഷികളിലേക്ക് ഇങ്ങനെ ആ ഒരു കിളിയൊച്ചൊക്കെ കേട്ടിരിക്കാൻ ഒരു പ്രത്യേക രസം. നാച്ചുറൽ വാക്കും നാച്ചുറലിൻ്റെ സൗണ്ട്സൊക്കെ നമുക്ക് ഈ ഒരേ സമയത്ത് കേൾക്കാൻ പറ്റും. ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് വെച്ചാൽ ഡൽഹി അല്ലെങ്കിൽ നോയിഡ പോലുള്ള സ്ഥലത്ത്, NCR പോലുള്ള സ്ഥലത്ത് ഇതുപോലത്തെ ഒരു സ്ഥലവും അവരിപ്പോഴും കീപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ശരിക്കും വലിയ സിറ്റികളിലൊക്കെ ഇപ്പോൾ ചൈനയിലും ജപ്പാനിലൊക്കെ ആണെങ്കിൽ അവർ സിറ്റി സെൻറ്ററിൽ തന്നെ ഇങ്ങനെ ഒരു കാട് പോലത്തെ ഫോറസ്റ്റ് ഏരിയ പോലത്തെ ഒരു സംഭവം കീപ്പ് ചെയ്യും. അപ്പോൾ പ്രകൃതിയായിട്ട് അടുത്ത് അല്ലെങ്കിൽ അവിടെ മഴേനെയൊക്കെ സ്വാധീനിക്കാൻ പറ്റിയ, വെതർ കണ്ടീഷൻ സ്വാധീനിക്കാൻ പറ്റിയൊരു സംഭവം ഇങ്ങനെയുള്ളപ്പോൾ ശരിക്കും നല്ലതാണ്. സോ നടന്ന് ഇതിൻ്റെ അങ്ങേരത്തെത്തി. ഇനി ഇവിടെ അടുത്തുള്ള മെട്രോ സ്റ്റേഷൻ കണ്ടുപിടിച്ചിട്ട് മെട്രോ കയറി പോകണം. അത്രേ ഉള്ളൂ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.